പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർമ്മല മാതാവിൻ്റെ അരുമമക്കളായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ സുപ്രഭാതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുപ്രഭാതം പ്രത്യേകമായും വിധം പ്രധാനപ്പെട്ടതാണ്. ആഗമനകാലത്തിൻ്റെ 3-ാം വാരത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ആഗമനകാലം 3-ാം ഞായറാണ് ഇന്ന്. ഈ ആഗമനകാലത്ത് പ്രത്യേകമായി നമുക്ക് ഇന്നത്തെ ധ്യാന വിഷയമായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെയും 19 മുതൽ 28 വരെയും വാക്യങ്ങളാണ്. സ്നാപകയോഹന്നാനാണ് പ്രധാനപ്പെട്ട ചിന്താവിഷയം. ഈ ആഗമനകാലത്ത് എല്ലാ വർഷവും 2-3 ഞായറാഴ്ചകൾ സ്നാപകയോഹന്നാനെക്കുറിച്ച് ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ വേണ്ടി സഭ നീക്കി വച്ചിരിക്കുകയാണ്. ഇവിടെ 6-ാമത്തെ വാക്യം, 1-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. ഇവൻ സാക്ഷ്യത്തിനായി വന്നു. ദൈവം അയച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പേര് യോഹന്നാൻ. വന്നിരിക്കുന്നത് സാക്ഷ്യം വഹിക്കുവാൻ. എന്തിന് സാക്ഷ്യം വഹിക്കുവാൻ? പ്രത്യേകം പറയുന്നുണ്ട്, വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ. അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. അപ്പോൾ അവൻ വഴി എല്ലാവരും യേശു വിശ്വസിക്കണം. യഥാർത്ഥ വെളിച്ചം തിരിച്ചറിഞ്ഞ് ആ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ, വെളിച്ചത്തിലേക്ക് അടുക്കുവാൻ പ്രേരണ നൽകുന്നതാണ് യോഹന്നാൻ്റെ സാക്ഷ്യം, സ്നാപകയോഹന്നാൻ്റെ സാക്ഷ്യം. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ വന്നവനാണ്. വളരെ വ്യക്തമായും ഈ ഒരു കാര്യം പറഞ്ഞു വച്ചിട്ടാണ് സുവിശേഷകൻ യോഹന്നാനെക്കുറിച്ചുള്ള തുടർന്നുള്ള വിശദീകരണം നൽകുന്നത്. വെളിച്ചമല്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകുവാൻ വന്നവനാണ്. നമുക്കൊരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ലക്ഷ്യവും ഒരു പ്രത്യേകമായ ഉദ്ദേശവും സ്ഥാനവും പദ്ധതികളുമൊക്കെ ദൈവത്തിനുണ്ട്. അതെന്തെന്ന് വിവേചിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുന്നവരായി ജീവിതം വിജയിപ്പിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് മനസ്സിലാക്കാതെ സ്വന്തം പദ്ധതികൾ ആരാഞ്ഞുകൊണ്ട്, സ്വന്തം പദ്ധതികൾ മെനഞ്ഞുകൊണ്ട് മുന്നേറുന്നവർ കൺഫ്യൂഷനായിരിക്കും. വ്യക്തമായ ലക്ഷ്യബോധം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വിളഞ്ഞ് നടക്കുന്ന അനുഭവമായിരിക്കും അവർക്കുണ്ടാകുക. ഇനി തുടർന്ന് പറയുന്ന വാക്യം 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ: നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറൂസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്നിഗ്ധമായി പറഞ്ഞു. സ്നാപകയോഹന്നാൻ ഇവിടെ സ്നാനം പ്രസംഗിക്കുന്നു, സ്നാനം കൊടുക്കുന്നു, മാനസാന്തരത്തിന് ക്ഷണിക്കുന്നു. നാട് മുഴുവൻ യോഹന്നാന് പിന്നാലെ ഓടിക്കൂടുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ജെറൂസലേമിൽ അസ്വസ്ഥതയായി. ജെറൂസലേം യഹൂദരുടെ ആത്മീയ ജീവിതത്തിൻ്റെയും മതപരമായ ജീവിതത്തിൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിൻ്റെയും കേന്ദ്രസ്ഥാനമായിരുന്നു. അവിടെ നിന്ന് ഉടനെ അന്വേഷണ കമ്മീഷൻ അയക്കുകയാണ്. അവർ പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വാസ്തവത്തിൽ അറിയാൻ. നിയമപ്രകാരമാണോ, നിയമാനുസൃതമാണോ അവരുടെ നീക്കമെന്നൊക്കെ വിലയിരുത്തുവാൻ അവർ പുരോഹിതരെയും ലേവ്യരെയും അയക്കുകയാണ്. അവൾ വന്നപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു.
യാതൊരു സംശയത്തിന് ഇടകൊടുക്കാത്ത വിധം യോഹന്നാൻ പറഞ്ഞു, ഞാനല്ല ക്രിസ്തു, ദൈവത്തിൽ അയക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ വചനമാംസമായവൻ അല്ല ഞാൻ, രക്ഷകൻ ഞാനല്ല, എൻ്റെ പിന്നാലെ വേറൊരുവന് വരുന്നുണ്ട്. അവൻ അസന്നിധമായി പ്രഖ്യാപിച്ചു. അവർ ചോദിച്ചു, എങ്കിൽ പിന്നെ നീ ആരാണ്? ഏലിയായോ അല്ല എന്നവൻ പ്രതിവചിച്ചു. അവർ വീണ്ടും ചോദിച്ചു, എങ്കിൽ നീ പ്രവാചകനാണോ? അല്ല എന്ന് അവൻ മറുപടി നൽകി. വീണ്ടും അവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ആരാണ്? ഞങ്ങൾ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം? നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു? അപ്പോൾ സ്നാപകയോഹന്നാൻ താൻ ആരല്ല എന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ക്രിസ്തുവല്ല, ഏലിയായല്ല, മറ്റു പ്രവാചകന്മാർ ആരുമല്ല. എങ്കിൽ പിന്നെ നീ ആരാണ്? എന്തുകൊണ്ടാണ് നീ സ്നാനം നൽകുന്നത്? ഈ ഘട്ടം വന്നപ്പോഴാണ്, ഈ ചോദ്യം ചെയ്യലിൻ്റെ ഈ ഭാഗത്തെത്തിയപ്പോഴാണ് യോഹന്നാൻ തന്നെക്കുറിച്ചുള്ള ഒരു വലിയ ആത്മബോധ്യം പ്രകടമാക്കുന്നത്. അവൻ പറഞ്ഞു, ഏശയ്യാ ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. എത്ര വിനയത്തോടു കൂടിയാണ്! താൻ എന്തൊക്കെയാണെന്ന് പറയാമായിരുന്നു. ജനങ്ങളത് അംഗീകരിക്കുന്നു. ഇത്രയേറെ പേര് പിന്നാലെ ഓടിക്കൂടുന്നു. ജെറൂസലേം കേന്ദ്രം അവിടെ ഇത് ശ്രദ്ധിക്കുന്നു. അവർ വരുന്ന അന്വേഷിക്കുവാൻ പറയാമായിരുന്നു ഞാൻ എന്തൊക്കെയാണ്. പക്ഷേ യോഹന്നാൻ ആ അവസരം വിനിയോഗിച്ച് തന്നെ കൂടുതൽ താഴ്മപ്പെടുത്തുകയാണ്, കൂടുതൽ എളിമപ്പെടുത്തുകയാണ്. യോഹന്നാൻ പറഞ്ഞു, വിളിച്ചു പറയുന്നൊരു ശബ്ദമാണ് ഞാൻ. ഫരിസേയരാണ് അവരെ അയച്ചത്. അവർ അവരോട് ചോദിച്ചു, നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത്? അതായിരുന്നു അവർ കൃത്യമായിട്ട് അറിയേണ്ടിയിരുന്നത്. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സ്നാനം നൽകുന്നത്? നിനക്കെന്ത് അധികാരമാണുള്ളത്? എന്തിനു വേണ്ടിയാണ് ഈ സ്നാനം? ഈ സ്നാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ലക്ഷ്യം എന്താണ്? നീ പാപമോചകനാണോ? പാപമോചനം നൽകുവാൻ നിനക്ക് അധികാരമുണ്ടോ? എന്നിങ്ങനെയൊക്കെയുള്ള വളരെ ആഴമേറിയ ദൈവശാസ്ത്രപരമായ ചോദ്യങ്ങളിലേക്ക് ഈ അന്വേഷണ കമ്മീഷൻ്റെ ചോദ്യങ്ങൾ നീളുകയാണ്. അപ്പോഴാണ് യോഹന്നാൻ ഇടപെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബഥനിയയിലാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഇവരിങ്ങനെ ഇത്രയും ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പറയുന്ന ഇതാണ്, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. നോക്കിയ സ്നാപകൻ തന്നെക്കുറിച്ചുള്ള ബോധ്യം ഇത്ര വിനയാന്വിതമായ ഒരു ബോധ്യമാണ്. അത് തുറന്നു പറയുന്നതിന് യോഹന്നാൻ യാതൊരു സങ്കോചവുമില്ല, യാതൊരു പ്രയാസവുമില്ല. ഞാൻ എന്തായിരിക്കുന്നോ അതിനേക്കാൾ കൂടുതലായി വലിയവനായി എന്നെ ആരും കണക്കാക്കേണ്ടതില്ല. ഞാൻ അവിടുത്തെ ചെരുപ്പിന് വാറഴിക്കുവാൻ പോലും യോഗ്യതയില്ലാത്തവനാണ്. വീണ്ടും പറയുന്ന മറ്റൊരു കാര്യം, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ സ്നാനം നൽകുന്ന, ആത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നത് എൻ്റെ പിന്നാലെ വരുന്ന ദൈവപുത്രനായ യേശുവാണ്. അവനാണ് സാക്ഷാൽ ദൈവത്തിൻ്റെ കുഞ്ഞാട്, അവനാണ് പാപങ്ങൾ നീക്കുന്നവൻ. അപ്പോൾ ഞാൻ സ്നാനം നൽകുന്നത് ജനങ്ങളെ യേശുവിൻ്റെ പാപമോചന അധികാരമുള്ള ആ സ്നാനത്തിനായിട്ട് ഒരുക്കുവാൻ വേണ്ടിയാണ്. വഴിയൊരുക്കുവാൻ മാത്രമാണ് വന്നിരിക്കുന്നത്. ഈ വഴിയൊരുക്കി കഴിഞ്ഞാൽ യഥാർത്ഥ അനുതാപത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക്, പാപബോധത്തിലേക്ക് ഞാൻ നയിക്കുവാൻ കഴിഞ്ഞാൽ എൻ്റെ ജോലി പൂർത്തിയായി. പ്രിയപ്പെട്ട, ഇതുപോലെ വ്യക്തമായ ഒരു ധാരണ നമുക്ക് നമ്മെക്കുറിച്ചും നമുക്ക് പ്രവർത്തനത്തെക്കുറിച്ചും ഉണ്ടാവണം. ഞാൻ ആരോ ആണ്, എന്തോ ആണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാനല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിൽ പൂർണ്ണമായി നിറവേറുവാനായി എന്നെ തന്നെ സമർപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ആ സമർപ്പണമാണ് വിശുദ്ധ സ്നാപകയോഹന്നാനിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതൊക്കെ നടക്കുന്നത് പ്രത്യേകമായും യോഹന്നാൻ ഒരു കാര്യം എടുത്തു പറയുന്നത്, യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബഥനിയിലാണ് ഇത് സംഭവിച്ചത്. ജെറൂസലേമിൽ നിന്നാണ് ഈ അന്വേഷണ സംഘം വരുന്നത്. അതാണ് ആധ്യാത്മിക രാഷ്ട്രീയ ജീവിതത്തിൻ്റെ കേന്ദ്രമായി നിന്നിരുന്നത്. ഇവിടെ ആകട്ടെ ജോർദാൻ നദിക്കക്കരെയുള്ള ഒരു ചെറിയ
ബഥനിയായിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ മഹത്വവും അടങ്ങിയിരിക്കുന്നത് ആ ദൈവത്തിന് നിശ്ചയപ്രകാരമുള്ള പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നിറവേറപ്പെടുമ്പോഴാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മെ തന്നെ എവിടെയായിരുന്നാലും നമുക്ക് ദൈവമഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുന്നതിന് സാധിക്കും. നമ്മുടെ സ്ഥാനമോ വലിപ്പമോ അധികാരമോ ജനസ്വാധീനമോ ഒന്നുമല്ല പ്രധാനം, ദൈവത്തോടുള്ള എൻ്റെ തുറവയാണ്. ദൈവത്തോട് തുറന്ന മനസ്സുണ്ടെങ്കിൽ എന്നെപ്പറ്റി തന്നെ അഹംഭാവം ചിന്തിക്കാതെ എന്നെ തന്നെ താഴ്മപ്പെടുത്താൻ ഞാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന് വലിയ കാര്യങ്ങൾ എന്നിലൂടെ ചെയ്യുന്നതിന് സാധിക്കും. പരിശുദ്ധ അമ്മേ, കർമ്മല മാതാവേ, ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധ സ്നാപകനാൽ നൽകുന്ന വലിയ മാതൃക അന്വേഷിച്ചുകൊണ്ട് ഈ ക്രിസ്മസിന് ഒരുക്കമായുള്ള ദിവസങ്ങൾ യഥാർത്ഥമായ വിനയത്തിലേക്കും യഥാർത്ഥമായ ആത്മബോധ്യത്തിലേക്കും യഥാർത്ഥമായ അർപ്പണബോധത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ. അങ്ങയോട് ചേർന്നുകൊണ്ട് ഇത് അങ്ങയുടെ ദാസി എന്ന് അങ്ങ് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സമർപ്പിച്ചതുപോലെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം, എൻ്റെ മഹത്വത്തിനോ എൻ്റെ അംഗീകാരത്തിനു വേണ്ടിയല്ല, ദൈവമഹത്വത്തിന് വേണ്ടി മാത്രം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ആ വലിയ കൃപ മാതാവേ ഞങ്ങൾക്ക് നേടിത്തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.